ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ക്ലാസ് വളരെ രസകരമായ ഒരു ക്ലാസ്സാണ്. അത് കാരണം അറിയോ? അതിന് കാരണം നമ്മുടെ നിത്യജീവിതത്തിൽ ഒരു ദിവസം പോലും സംസാരിക്കാതിരിക്കാത്ത, പറയാതിരിക്കാത്ത ഒരുപാട് സെൻറ്റൻസുകളുണ്ട്. നൂറുകണക്കിന് സെൻറ്റൻസുകളുണ്ട്. ഇന്നത്തെ ഒരൊറ്റ വീഡിയോയിലൂടെ അങ്ങനെയുള്ള ഒരുപാട് സെൻറ്റൻസുകൾ നമ്മൾ പഠിക്കാൻ പോവുകയാണ്, അതും വളരെ ഈസി ആയിട്ട്. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയുകയാണ്. നമ്മൾ പറയാറുണ്ട്, നമ്മൾ ചായ കുടിക്കും അല്ലേ? ചായ കുടിക്കുമ്പോൾ ചില സമയത്ത് മധുരം കൂടും അല്ലേ? അപ്പോൾ പറയാറുണ്ട്, ഓഹോ അതെ, ഈ ചായയിൽ മധുരം കൂടുതലാണ്. അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ചിലപ്പോൾ ഉപ്പ് കൂടുതലാവും അല്ലേ? എന്താണ് ഉപ്പ് കൂടുതലാവും പറയാറുണ്ട്. കറിയിൽ ഉപ്പ് കൂടുതലാണല്ലോ അല്ലേ? കറിയിൽ ഉപ്പ് കൂടുതലാണല്ലോ. അല്ലെങ്കിൽ കറി ഉപ്പില്ല. നമ്മൾ കുളിക്കാൻ നിൽക്കുമ്പോൾ ആയിരിക്കും വെള്ളം കഴിഞ്ഞു. അപ്പോൾ പറയാണ്, ഓ ടാങ്കിൽ വെള്ളമില്ല. അതെ, അൽമാരയുടെ മുകളിൽ എൻ്റെ വാച്ച് ഉണ്ട് കേട്ടോ. അൽമാരയുടെ മുകളിൽ എൻ്റെ വാച്ച് ഉണ്ട്. അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ മുകളിൽ എൻ്റെ പേഴ്സ് ഉണ്ട്. എൻ്റെ പോക്കറ്റിൽ ഒരു 100 രൂപയുണ്ട്. ഇതുപോലെ തലയും വാലും ഇല്ലാത്ത ഒരുപാട് സെൻറ്റൻസുകളുണ്ട് അല്ലേ? പറയാറില്ലേ? ഓ മറ്റന്നാൾ ഒരു എക്സാം ഉണ്ടല്ലോ, ഇന്ന് രാത്രി ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരൊറ്റ വീഡിയോയിലൂടെ ഇങ്ങനെയുള്ള ഒരുപാട് സെൻറ്റൻസുകൾ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഇന്നത്തെ വീഡിയോയുടെ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഇവിടെയാണെങ്കിൽ അത് ഇവിടെ എത്തും, ഐ ഗ്യാരണ്ടി. കാരണം യു ക്യാൻ മേക്ക് ഹൺഡ്രഡ്സ് ഓഫ് സെൻറ്റൻസസ് വെരി ഈസിലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് ടേബിൾ. ഈ ഒരൊറ്റ ഒരു ടേബിളിൻ്റെ സഹായത്തോടെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നൂറുകണക്കിന് സെൻറ്റൻസുകൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇവിടെ ഒരു മനോഹരമായൊരു ടേബിൾ ഉണ്ട്. വേണമെങ്കിൽ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, അതൊരു 2-3 തവണ നിങ്ങൾ കാണണം. ഇതൊരു റിക്വസ്റ്റാണ്. ഓക്കെ, 2-3 തവണ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. കാരണം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്, ഒരു ക്ലാസ്സാണ് ഇന്നത്തേത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു ടേബിൾ കാണാൻ കഴിയും. ഇവിടെ നമുക്ക് ആദ്യം പരിചയപ്പെടാം. കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതൊക്കെ നമ്മൾ പഠിച്ചാണ്, ഓർമ്മയുണ്ടോ? ടുമോറോ അല്ലേ, ടുനൈറ്റ്, ഇതൊക്കെ അറിയാം നിങ്ങൾക്ക്. ടുമോറോ 2 തവണ ഉണ്ട്, കുഴപ്പമില്ല. ഓക്കെ, അതുപോലെ ദ ഡേ ആഫ്റ്റർ ടുമോറോ അല്ലേ, ടുമോറോ മോർണിംഗ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. ഇത് നമ്മുടെ പാസ്റ്റ് ആണ്, പാസ്റ്റ് ടൈമിനെ കാണിക്കുന്ന. ദിസ് മോർണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ അല്ലേ, കഴിഞ്ഞ പാസ്റ്റ് ആണ്. യെസ്റ്റർഡേ എന്ന് പറയാനല്ലോ, ഇന്നലെ പാസ്റ്റ് ആണ്. അതുപോലെ ലാസ്റ്റ് നൈറ്റോ എന്നാണ് അല്ലേ, കഴിഞ്ഞ രാത്രി. അപ്പം കഴിഞ്ഞ വീഡിയോ കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും കാണണം. കാരണം ഓരോ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്, ഓരോ വീഡിയോയും മറ്റുള്ള ക്ലാസ്സുകളുമായിട്ട് കണക്റ്റഡ് ആണ്. ക്ലിയർ? അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ബോക്സ് പരിചയപ്പെടാം. അതാണ് ദയർ ഈസ്. എന്താ പറയാ? ദയർ ഈസ്, ഉണ്ട് എന്നർത്ഥം. ഉണ്ട്, ദയർ ഈസ്. എൻ്റെ കയ്യിലുണ്ട് എന്നുള്ള ആ ഉണ്ടല്ല കേട്ടോ, ഇത് ഉണ്ട് മാത്രം. ദയർ ഈസ്. ഇനി ഇല്ല എന്ന് പറയുകയാണെങ്കിലോ, ഈസിൻ്റെ കൂടെ നോ ചേർക്കുക. ദർ ഈസ് നോ എന്ന് പറയാം. ദർ ഈസ് നോ. ഇതാണ് നമ്മുടെ പ്രസന്റ്. ഇനി ഇവിടെ പരിചയപ്പെടാം. ദയർ വാസ്, ഉണ്ടായിരുന്നു. ഞാൻ പറയാണ്, ഫ്രിഡ്ജിൽ കുറച്ച് പാലുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഉണ്ടായിരുന്നു എന്നല്ല, പാസ്റ്റ് അല്ലേ. അപ്പോൾ ദയർ ഈസ് എന്ന് പറയരുത്, ദയർ വാസ് എന്ന് പറയണം. ക്ലിയർ? അതുപോലെ ദയർ വാസ് നോ, ഉണ്ടായിരുന്നില്ല എന്നായി. അതാണ് ദയർ വാസ് നോ, ഉണ്ടായിരുന്നില്ല എന്നായി. ഇനി ഫ്യൂച്ചർ ആണെന്ത്? ദയർ വിൽ ബി. ഓക്കെ, ദയർ വിൽ ബി, ഉണ്ടാകും എന്നായി. ഉണ്ടാകും, ദയർ വിൽ ബി, ഉണ്ടാകും. ഇനി നമ്മുടെ ഇവിടെ രണ്ടാമത്തെ ബോക്സ് ആണ്. നിങ്ങൾക്കറിയാത്ത ഒരൊറ്റ വേർഡ് പോലും ഇതിലില്ല, ഉറപ്പാണ്. കാരണം അത്രയും സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സുകളാണ്. അപ്പോൾ ഞാൻ പറയാണ്, സം മിൽക്ക്. സം എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ച് നല്ല. സം മിൽക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് പാല് അല്ലേ, കുറച്ച് പാല്. മിൽക്ക് എന്ന് പറഞ്ഞാലോ പാല് തന്നെയാണ്. ഞാനിവിടെ മിൽക്ക് എന്ന് എഴുതിയത് കാരണം നമ്മൾ നെഗറ്റീവ് പറയില്ലേ, ദർ ഈസ് നോ. നെഗറ്റീവ് പറയുമ്പോൾ പിന്നെ അതിൻ്റെ കൂടെ സം, അതുപോലുള്ള എക്സ്ട്രാ വേർഡുകൾ വേണ്ട. നേരെ ആ ഒരു പേര് പറഞ്ഞാൽ മതി, ദർ ഈസ് നോ മിൽക്ക് എന്ന് പറഞ്ഞാൽ മതി. ദർ ഈസ് നോ സം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 2 തവണ മിൽക്ക് എഴുതിയത്. അടുത്താണ് സം വാട്ടർ എന്ന്, കുറച്ച് വെള്ളം. അതുപോലെ വാട്ടർ എന്ന് പറഞ്ഞാലോ വെള്ളം. ഇതെന്തിനാണ് ഞാൻ ഇങ്ങനെ എഴുതിയത്? അത് കാരണം നമ്മൾ നെഗറ്റീവ് ഈ സമയത്തില്ലേ, ഇപ്പം നോ വന്നല്ലോ, ഈസിൻ്റെ കൂടെ നോ വന്നല്ലോ, അപ്പം പിന്നെ നമുക്ക് എക്സ്ട്രാ വേർഡ് വേണ്ട, ആ വാട്ടറിന് മാത്രം എഴുതിയാൽ മതി നെഗറ്റീവ് ആകുമ്പോൾ. ഓക്കെ, അതുപോലെ 500 rupees, 500 രൂപ. ഇനി എനിക്ക് പറയണം 500 രൂപയുടെ ഒരു നോട്ട്. 500 രൂപയാണ് പറഞ്ഞാൽ മതി, 500 rupees പറഞ്ഞാൽ മതി. പക്ഷെ എനിക്ക് പറയണതാണ് 500 രൂപയുടെ ഒരൊറ്റ നോട്ട് എന്ന് പറയണം. അപ്പോൾ പറയാ, അപ്പോൾ എ 500 rupee നോട്ട്. അപ്പോൾ ഇവിടെ റുപ്പീസ് ആക്കരുത്, മനസ്സിലായില്ലേ? ഇവിടെ റുപ്പീസ് ആക്കരുത്, ഇവിടെ റുപ്പി തന്നെ ഇരിക്കണം. നോട്ട്സ്, ഇവിടെ നോട്ട്. 500 rupee നോട്ട്. ഇനി വിചാരിക്കാം
500-ന്റെ 2 നോട്ടുകൾ, 500-ന്റെ 2 നോട്ടുകൾ. അപ്പൊ നമുക്ക് എസ് ചേർക്കേണ്ടി വരും. അത് ഇവിടെയല്ല ചേർക്കുക, ഇവിടെയാണ് ചേർക്കേണ്ടത്. 500 rupee നോട്ട്സ്. ഓക്കെ, ഇനി 500 രൂപയുടെ 5 നോട്ട് എന്ന് പറയുമ്പോൾ എന്താ പറയാം, ഇവിടെ 5 ആക്കുക. 500 അല്ലേ, എന്താണ് 5 500 rupee നോട്ട്സ്. ഇനി 500 രൂപയുടെ 6 ആണെങ്കിലോ, അപ്പൊ അവിടെ എന്താക്കുക, എ എന്ന് പറഞ്ഞാൽ 1 എന്നല്ല, അത് ഒഴിവാക്കുക. 500 rupee നോട്ട്സ്. ഇനി അടുത്താണ് സം ടൊമാറ്റോസ്. എന്താർത്ഥം? കുറച്ച് തക്കാളി അല്ലെ, കുറച്ച് തക്കാളി. എ പെൻ അല്ലെങ്കിൽ എ ബുക്ക്, ഒരു പേന അല്ലെങ്കിൽ ഒരു ബുക്ക്. എ ഗ്ലാസ്, കുടിക്കുന്ന ഗ്ലാസ്സില്ലേ, അതുപോലെ എ പ്ലേറ്റ്. എ പിക്ചർ, ഒരു പിക്ചർ. യുവർ ഫോട്ടോ, നിങ്ങളുടെ ഫോട്ടോ പറയാറില്ലേ, അതെ വാട്സപ്പിൽ നിങ്ങളുടെ ഫോട്ടോ ഉണ്ട്, അപ്പൊ ഞാൻ പറയാ, അപ്പൊ അവിടെ ഐ ഹാവ്, ഹി ഹാസ് ഒന്നുമില്ലല്ലോ. അതാ പറഞ്ഞു. അതുകൊണ്ടേ പറഞ്ഞ് തലയും വാലും ഇല്ലാത്ത സെന്റൻസുകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാറുള്ളത്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ സെന്റൻസുകളും പഠിക്കാനുള്ള നല്ല അടിപൊളി ട്രിക്കാണ്. ഓക്കെ, അതുപോലെ ഷുഗർ എന്ന് പറഞ്ഞാൽ എന്താണ്? പഞ്ചസാര, അറിയാലോ. സോൾട്ട് എന്ന് പറഞ്ഞാലോ, ഉപ്പ്. ടൂ മച്ച് ഷുഗർ ഉണ്ടോ? പഞ്ചസാര കൂടുതലാണെന്ന് പറയില്ലേ, പഞ്ചസാര കൂടുതലാണ്. ടൂ മച്ച് ഷുഗർ, ടൂ മച്ച് സോൾട്ട്, ഉപ്പ് കൂടുതലാണ്. ടൂ മച്ച് സ്പൈസ്, എരിവ് കൂടുതലാണ്. അടുത്താണ് മൈ കീ, എൻ്റെ ചാവി, എൻ്റെ വാച്ച്. അതുപോലെ മൈ പേഴ്സ്, എൻ്റെ പേഴ്സ്. മൈ വോളറ്റ്, എൻ്റെ വോളറ്റ്. ഓക്കെ എന്ന് പറയാം. നമ്മൾ സാധാരണ പേഴ്സില്ലേ, നമ്മൾ സ്ത്രീകൾ ഉപയോഗിക്കുന്ന അതിനാണ് പേഴ്സ് എന്ന് പറയാം. സ്ത്രീകൾ ഉപയോഗിക്കുന്ന അതിനാണ് സാധാരണ പേഴ്സ് എന്ന് പറയാം. നമ്മൾ ജെൻസ് ഉപയോഗിക്കുന്നുണ്ടല്ലോ പോക്കറ്റ് പേഴ്സ്, അതിന് വോളറ്റ് എന്ന് പറയാം. എന്താ പറയാ? വോളറ്റ്. നോർമലി അതിനാണ് വോളറ്റ് എന്ന് പറയാം. സാധാരണ സ്ത്രീകൾ ഉപയോഗിക്കുന്ന അതിനാണ് പേഴ്സ് എന്ന് പറയാം. ഓക്കെ, ഇനി കുഴപ്പമൊന്നുമില്ല. അടുത്താണ് an എക്സാം, ഒരു പരീക്ഷ. അതുപോലെ എ മീറ്റിംഗ്, ഒരു മീറ്റിംഗ്. ഇനി ഇവിടെ നോക്കൂ, നമ്മുടെ മൂന്നാമത്തെ ബോക്സ് വളരെയധികം പ്രധാനപ്പെട്ടാണ്. ഞാൻ പറയാണ് ഇൻ ദ ഫ്രിഡ്ജ്. എന്താ ഇൻ ദ ഫ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ? ഇന്ന് പറയാൻ എന്താണ്? ഉള്ളിൽ നിന്നല്ലേ, ഇൻ ദ ഫ്രിഡ്ജ്, ഫ്രിഡ്ജിൽ അല്ലേ. ഇനി ഓൺ ആണെങ്കിലോ, ഓൺ ദ ഫ്രിഡ്ജ്, ഫ്രിഡ്ജിന്റെ മുകളിൽ പറയാറില്ലേ. ഞാൻ പറയാണ്, അതെ ഫ്രിഡ്ജിന്റെ മുകളിൽ എൻ്റെ വാച്ച് ഉണ്ട്, അപ്പൊ ഓൺ ദ ഫ്രിഡ്ജ് പറയേണ്ടി വരും. ആരെയും പറയോ ഇൻ ദ ഫ്രിഡ്ജ്? ഫ്രിഡ്ജിൽ ആരെങ്കിലും വാച്ച് വെക്കോ? ഇല്ലല്ലോ, ഇല്ല. അതുപോലെ ഇൻ ദ കിച്ചൺ, അടുക്കളയിൽ. എന്താണ്? അടുക്കളയിൽ. ഇൻ ദ ഗ്ലാസ്, ഗ്ലാസിൽ. ഓക്കെ, അതുപോലെ ഇൻ ദ ടാങ്ക്, ടാങ്കിൽ. അതേ ടാങ്കിൽ വെള്ളമില്ല എന്ന് പറയും. ഇൻ മൈ പോക്കറ്റ്, എൻ്റെ പോക്കറ്റിൽ. അതുപോലെ ഇൻ ഹീസ് പോക്കറ്റ്, അവൻ്റെ പോക്കറ്റിൽ. ഇൻ മൈ പേഴ്സ്, എൻ്റെ പേഴ്സിൽ. ഇൻ ഹെർ ബാഗ്, അവളുടെ ബാഗിൽ. ഇൻ മൈ വോളറ്റ്, എൻ്റെ വോളറ്റിൽ. അതെ എൻ്റെ വോളറ്റിൽ ഒരു 500 രൂപയുടെ നോട്ട് ഉണ്ടെന്ന് പറയാം. ഓൺ ദ ടേബിൾ, ടേബിളിന്റെ മുകളിൽ. അതുപോലെ ഇൻ ദ അൽമിറ, അൽമാറയിൽ. ഓക്കെ, അതുപോലെ ഓൺ ദ അൽമിറ എന്ന് പറഞ്ഞാലോ, അൽമാറിന്റെ മുകളിൽ, അൽമാറയുടെ മുകളിൽ. അതാണ് ഇൻ ദ ടീ, ചായയിൽ പഞ്ചസാരയില്ല എന്ന് പറയും. ഇൻ ദ കറി, കറിയിൽ. അതുപോലെ ഓൺ ദ വോൾ, ചുമരിൽ. ഓൺ എന്ന് പറയും, ഓൺ ദ വോൾ. അതുപോലെ ഓൺ വാട്സപ്പ്, എന്താ പറയാ? ഓൺ വാട്സപ്പ്, ഓൺ ഇൻസ്റ്റാഗ്രാം. അതുപോലെ ഓൺ ഫേസ്ബുക്ക് അല്ലേ, നമ്മുടെ മീഡിയ. അതുപോലെ ഓൺ ദ ഇന്റർനെറ്റ്. ഓക്കെ, മീഡിയ. അതുപോലെ ആപ്ലിക്കേഷൻ, വെബ്സൈറ്റുകൾ. അതുപോലെ ആപ്ലിക്കേഷൻസുകൾ. ഇവിടെയൊക്കെ നമ്മൾ എപ്പോഴും ഓൺ ആണ് ചേർക്കുക. എന്ത്? ഓൺ. ഓക്കെ, അതുപോലെ ഇൻ ദ ന്യൂസ് പേപ്പർ. എന്താണ് ഇൻ ദ ന്യൂസ് പേപ്പർ? പത്രത്തിൽ എന്ന് പറയാം, പത്രത്തിൽ. അല്ല, ഓൺ എന്ന് പറയരുത്. ഓൺ ദ ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞാലോ തെറ്റാണ്. ഓൺ ദ ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസ് പേപ്പറിന്റെ മുകളിൽ എന്തെങ്കിലും ഉണ്ട്, ഒരു പേനയുണ്ടോ. ഇൻ ദ ന്യൂസ് പേപ്പർ എന്ന് പറഞ്ഞാലോ ന്യൂസ് പേപ്പറിന്റെ ഉള്ളിൽ. എന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എവിടെ? പത്രത്തിൽ അല്ലേ, അതിൻ്റെ ഉള്ളിലല്ലേ. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോ ഇട്ട് ചേർക്കാം, അപ്പോൾ അതിൻ്റെ ഉള്ളിലായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അതുപോലെ ഇൻ യു ഡി പി. ഇത് നമ്മൾ സാധാരണ ഒരു 90% ആളുകൾ ഓൺ യു ഡി പി, ഓൺ എന്ന് പറയാം. ഓൺ എന്നല്ല പറയാം, ഇൻ യു ഡി പി. ഡി പി എന്ന് പറഞ്ഞാൽ ഡി പി ഇല്ലേ, നമ്മുടെ ഡിസ്പ്ലേ പിക്ചർ. എന്താണ് ഡിസ്പ്ലേ പിക്ചർ, ഡി പി. ആ ഡി പി ഒരു ഫ്രെയിമാണ്. എന്താണ്? ഫ്രെയിമാണ്. ഫ്രെയിമിൻ്റെ ഉള്ളിലാണ് നമ്മളുള്ളത്. ഇപ്പം ഞാൻ പറയാണ് ഡി പിയിൽ നിങ്ങളുടെ ഡി പിയിൽ അവളുടെ ഫോട്ടോ ഉണ്ടല്ലോ, നിങ്ങളുടെ ഡി പിയിൽ അവളുടെ ഫോട്ടോ ഉണ്ടെന്ന് പറയുമ്പോൾ അപ്പോൾ അവിടെ എന്താ വരിക? ഇന്നാണ് വരിക. ഓക്കെ, ഇൻ യുവർ ഡി പി എന്ന് പറയാം, ഇൻ യുവർ ഡി പി. ഓക്കെ, ഇനി ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇനി നമ്മൾ എന്താണ് സെന്റൻസ് ഉണ്ടാക്കാൻ പോവുകയാണ് അല്ലേ. ഓക്കെ, ഞാൻ പറയാണ് എന്ത്
എനിക്ക് പറയാം, ഇത് നിർബന്ധമില്ല, ടൈം പറയാൻ നിർബന്ധമൊന്നുമില്ല, പറയാതിരിക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കളർ മാറ്റിയിരിക്കുന്നത്. ഓക്കെ, ഞാൻ പറയാണ്, അതെ, ഫ്രിഡ്ജിൽ കുറച്ച് പാലുണ്ട്. അപ്പോൾ ആദ്യം എന്ത് പറയുന്നവരോ, ജസ്റ്റ് മാച്ചിങ് ആണ്, ജസ്റ്റ് മാച്ച് ചെയ്താൽ മതി. ആദ്യം നമ്മൾ പറയണം പാലുണ്ട് എന്നല്ലേ. അപ്പോൾ ഉണ്ടുകൾ എന്താ പറയാ, ദയർ ഈസ്. അപ്പോൾ ആദ്യം പറയാ ദർ ഈസ്, ആദ്യം പറയാ എന്താ ഉള്ളത് അത് പറയാം. ദർ ഈസ് സം മിൽക്ക്. എവിടെ? ഫ്രിഡ്ജിന് മുകളിലോ അത് ഫ്രിഡ്ജിലോ? ഫ്രിഡ്ജിൽ. അപ്പോൾ എന്താ പറയാ, ഇൻ ദ ഫ്രിഡ്ജ്. ജസ്റ്റ് ഒന്ന് മാച്ച് ആക്കിയാൽ കേട്ടോ. എന്താണ് ദർ ഈസ് സം മിൽക്ക് ഇൻ ദ ഫ്രിഡ്ജ്. ഫ്രിഡ്ജിൽ കുറച്ച് പാലുണ്ട്. അപ്പം നിങ്ങൾ പോകുന്നു, നിങ്ങൾ ഫ്രിഡ്ജ് തുറക്കുന്നു, പാല് കാണുന്നില്ല. ഫ്രിഡ്ജിൽ പാലില്ല എന്ന് പറയണം. അപ്പം എന്ത് ചെയ്യുക? അപ്പം നെഗറ്റീവ് പറയണം, ദർ ഈസ് നോ മിൽക്ക്. അപ്പം സം വേണ്ടോ? ഞാൻ പറഞ്ഞത് നമ്മൾ ദർ ഈസ് നോ ഉപയോഗിച്ചല്ലോ. അപ്പം നോന്റെ കൂടെ ഇതുപോലെയുള്ള അതുപോലെ സം ഒന്നും വേണ്ട, ജസ്റ്റ് പറഞ്ഞാൽ മതി. ദർ ഈസ് നോ മിൽക്ക് ഇൻ ദ ഫ്രിഡ്ജ്. ഫ്രിഡ്ജിൽ പാലില്ല. ക്ലിയർ? ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഇനി എനിക്ക് പറയണം എന്ത്, നിങ്ങൾ പുറത്ത് പോകാൻ വേണ്ടി ഇരിക്കുകയാണ്, വാച്ച് കാണുന്നില്ല, വാച്ച് മറന്നു. അപ്പം നിങ്ങൾ പറയാം, ഓ അതെ, ആ ഫ്രിഡ്ജിൻ്റെ മുകളിൽ എൻ്റെ വാച്ച് ഉണ്ട് എന്ന് പറയണം. അപ്പം പറയാം, അപ്പോൾ ആദ്യം ദർ ഈസ് എന്ന് പറയാം. ദർ ഈസ് എന്ത്? എൻ്റെ വാച്ച്, മൈ വാച്ച്. ദർ ഈസ് മൈ വാച്ച്. എന്താണ്? ദർ ഈസ് മൈ വാച്ച്. ഉണ്ടോ? ദർ ഈസ് മൈ വാച്ച്. എവിടെ? ഓൺ ദ ഫ്രിഡ്ജ് എന്ന് പറയാം. ഓൺ ദ ഫ്രിഡ്ജ്. ഫ്രിഡ്ജിൻ്റെ മുകളിൽ എൻ്റെ വാച്ച് ഉണ്ട്. അപ്പോൾ അവിടെ എന്താന്ന് പറയരുത്, ഇൻ ദ ഫ്രിഡ്ജോ, ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ഫ്രീസറിലോ, നമ്മുടെ വാച്ചോ. ഓക്കെ, ഇനി അടുത്ത് ഞാൻ പറയാണ് എന്ത്, ഓക്കെ, നമ്മളിങ്ങനെ കുളിക്കാൻ ഇരിക്കുകയാണ്. കുളിക്കാൻ നിൽക്കുന്ന സമയത്താണ് വെള്ളമില്ല. അതേ, ടാങ്കിൽ വെള്ളമില്ല. അങ്ങനെ പറയാം. അപ്പൊ ഇല്ല എന്നാണല്ലോ. അപ്പൊ പറയാം ദർ ഈസ് നോ വാട്ടർ. എവിടെ? ഇൻ ദ ടാങ്ക്. ദർ ഈസ് നോ വാട്ടർ ഇൻ ദ ടാങ്ക്. പ്ലീസ് സ്വിച്ച് ഓൺ ദ മോട്ടർ. അതേ, ടാങ്കിൽ വെള്ളമില്ല, മോട്ടർ ഓണാക്കൂ. ഓക്കെ, ഇനി ഞാൻ അടുത്ത് പറയാണ്, എങ്ങനെ? ഗ്ലാസ്സിൽ. ഞാൻ പറയാണ്, അതെ, ആ ഗ്ലാസ്സിൽ വെള്ളമില്ല എന്ന് പറയണം. അപ്പോൾ എന്താ പറയുക? ദർ ഈസ് നോ വാട്ടർ ഇൻ ദ ഗ്ലാസ്, അല്ലെങ്കിൽ ദർ ഈസ് നോ വാട്ടർ ഇൻ ദാറ്റ് ഗ്ലാസ്. ആ ഗ്ലാസ്സിൽ വെള്ളമില്ല. അങ്ങനെ ഒരുപാട് സെൻറ്റൻസുകൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാൻ കഴിയും. ഇനി ഞാൻ പറയാണ്, അതെ, എൻ്റെ പോക്കറ്റിൽ 500 രൂപയുണ്ട്. അപ്പോൾ പറയാം there is 500 rupees എന്ന് പറയാം. there is 500 rupees in my pocket. ഇവിടെ നമ്മൾ ഈസ് ഉപയോഗിച്ചു. കാരണം എന്താ പറയുക, 500 rupees ഒരൊറ്റൊരു യൂണിറ്റ് ആയിട്ട് നമുക്ക് കാണുന്നത്, ഒരൊറ്റൊരു എമൗണ്ട്, സിംഗിൾ എമൗണ്ട് അല്ലേ, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, ക്ലിയർ എന്ന് പറഞ്ഞ് ദയർ ഈസ്. ഇനി ഞാൻ പറയാണ്, ഇവിടെ ഈസിന് പകരം 6 നമുക്ക് ഉപയോഗിക്കാം. എങ്ങനെ? ചില സമയങ്ങളിൽ ഈസിന് പകരം 6 ഉപയോഗിക്കേണ്ടി വരും. അപ്പം ഞാൻ പറയാണ്, ഫ്രിഡ്ജിൽ 5 തക്കാളി ഉണ്ട് പറയാം. ഫ്രിഡ്ജിൽ 5 തക്കാളി, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ കുറച്ച് തക്കാളി ഉണ്ട്. അപ്പോൾ തക്കാളി നമുക്ക് എണ്ണാൻ കഴിയില്ലേ? അപ്പോൾ എണ്ണാൻ കഴിയുമ്പോൾ അല്ലേ, ഒന്നിൽ കൂടുതലാണെങ്കിലോ, എണ്ണാൻ കഴിയുന്ന ഒന്നിൽ കൂടുതലാകുമ്പോൾ തീർച്ചയായിട്ടും ദയർ ഈസ് അല്ല വരിക, അവിടെ 6 വരിക അല്ലേ, അതല്ലേ? അപ്പം ഞാൻ പറയാണ്, ഫ്രിഡ്ജിൽ കുറച്ച് തക്കാളി ഉണ്ട് പറയണം. അപ്പോൾ നമുക്കറിയാം സം ടൊമാറ്റോസ് എന്ന് പറഞ്ഞാൽ കുറച്ച് തക്കാളി നമുക്ക് എണ്ണാൻ കഴിയൂലേ? തീർച്ചയായിട്ടും എണ്ണാൻ കഴിയും. അപ്പം എന്താ പറയാ? ദയർ ഈസ് എന്ന് പറയാതെ ദയർ ആർ എന്ന് പറയാം. അപ്പം പറയാം, എക്സ്ക്യൂസ് മീ, ഹലോ, ദയർ ആർ സം ടൊമാറ്റോസ് ഇൻ ദ ഫ്രിഡ്ജ്. ഫ്രിഡ്ജിൽ കുറച്ച് തക്കാളി ഉണ്ട്. ബ്രിങ് ദാറ്റ് ഓവർ ഹിയർ. അതിവിടെ കൊണ്ടുപോവാ. അല്ലെങ്കിൽ ബ്രിങ് ദാറ്റ് ഹിയർ എന്ന് പറഞ്ഞാൽ ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് ചെയ്യാം, ദയർ ഈസും പറയാം, ദയർ ആറും പറയാം. എപ്പോഴും ദയർ ആറ് പറയാം, ഒരുപാടുണ്ടെങ്കിൽ, എണ്ണാൻ കഴിയുന്നതും അതുപോലെ ഒരുപാടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാം, ഒന്നിൽ കൂടുതലാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്താ പറയും, ദയർ ആറെന്നാ പറയാം. ഓക്കെ, ഇനി ഞാൻ പറയുകയാണ് ഞാനിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചായ കുടിച്ച സമയത്ത് എനിക്ക് മനസ്സിലായി പഞ്ചസാര ഇല്ല. എന്ന് പറയാം, ദർ ഈസ് നോ, ആദ്യം പറയാം ദർ ഈസ് നോ ഷുഗർ എന്ന് പറയാം. ദർ ഈസ് നോ ഷുഗർ ഇൻ ദ ടീ. ചായയിൽ പഞ്ചസാര ഇല്ല, അല്ലെങ്കിൽ ചായയിൽ പഞ്ചസാര കൂടിപ്പോയി. അപ്പോൾ പറയാം, അപ്പോൾ പറയും ടു മച്ച് ഷുഗർ. അതിനാദ്യം പറയാം ദർ ഈസ് ടു മച്ച് ഷുഗർ ഇൻ ദ ടീ. ചായയിൽ പഞ്ചസാര കൂടുതലാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോഴാണ് മനസ്സിലായത് കറിയിൽ ഉപ്പില്ല.
ദർ ഈസ് നോ സോൾട്ട് ഇൻ ദ കറി അല്ലേ പറയാ ദർ ഈസ് നോ ആദ്യം പറയാം ദർ ഈസ് നോ സോൾട്ട് ഇൻ ദ കറി കറിയിൽ എന്തില്ല കറിയിൽ സോൾട്ട് ഉപ്പില്ല അല്ലെങ്കിൽ കറിയിൽ ഉപ്പ് കൂടുതലായി ചേർക്കുക കൂടുതലാണല്ലോ ദർ ഈസ് ടു മച്ച് സോൾട്ട് ഇൻ ദ കറി അല്ലാന്നുണ്ടെങ്കിൽ കറിയിൽ എരി കൂടുതലാണ് അങ്ങനെ ഉണ്ടാവാറില്ലേ തീർച്ചയായും ഉണ്ടാവാറുണ്ട് കറിയിൽ എരി കൂടുതലാണ് അപ്പം പറയാം ദർ ഈസ് ടു മച്ച് സ്പൈസ് ഇൻ ദ കറി കറിയിൽ എരിവ് കൂടുതലാണ് കണ്ടോ ഇങ്ങനെ നിങ്ങൾ വളരെ സിമ്പിളായിട്ട് നൂറുകണക്കിന് സെന്റൻസുകൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയും അല്ലേ ഹൺഡ്രഡ്സ് ഓഫ് സെന്റൻസസ് യു ക്യാൻ മേക്ക് വെരി ഈസിലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് സിംഗിൾ ടേബിൾ ഈ ഒരൊറ്റ ഒരു ടേബിളിന്റെ സഹായത്തോടെ നൂറുകണക്കിന് സിമ്പിൾ ഉണ്ടാക്കാൻ കഴിയും ഓക്കെ അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്ത് ചെയ്യണം ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യണം ഇനി ഞാൻ പറയാണ് വാട്സപ്പിൽ നിങ്ങളുടെ ഫോട്ടോ ഉണ്ട് ഞാനല്ല വാട്സപ്പിൽ നിങ്ങളുടെ ഫോട്ടോ അത്ര മാത്രമേ ഉള്ളൂ അല്ലേ അല്ല ഞാനോ അവനൊന്നുമില്ല സബ്ജക്റ്റ് ഒന്നുമില്ല അതാണ് പറഞ്ഞത് തലയും വാറൊന്നും ഇല്ലാത്ത സെൻറ്റൻസുകൾ വാട്സപ്പിൽ നിങ്ങളുടെ ഫോട്ടോ ഉണ്ടല്ലോ വാട്സപ്പിൽ നിങ്ങളുടെ ഫോട്ടോ ഉണ്ട് അപ്പോൾ പറയാം ദർ ഈസ് യുവർ ഫോട്ടോ അല്ലേ ദർ ഈസ് യുവർ ഫോട്ടോ എവിടെ ഓൺ വാട്സാപ്പ് ഇനി ഞാൻ പറയാണ് അതെ നിങ്ങളുടെ ഡി പി എന്താണ് നിങ്ങളുടെ ഡി പിയിൽ അവളുടെ ഫോട്ടോ ഉണ്ടല്ലോ എന്താ പറഞ്ഞ് നിങ്ങളുടെ ഡി പിയിൽ അവളുടെ ഫോട്ടോ ഉണ്ടല്ലോ അപ്പോൾ പറയാം ആദ്യം പറയാം ദർ ഈസ് ഹെർ ഫോട്ടോ ഇൻ യുവർ ഡി പി എന്താ പറയുന്നത് ദർ ഈസ് ഹെർ ഫോട്ടോ അവളുടെ ഫോട്ടോ ദർ ഈസ് ഹെർ ഫോട്ടോ ഇൻ യുവർ ഡി പി പറ ആരാണത് ഓക്കെ ഇനി അടുത്ത് നോക്കാം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഞാൻ പറയണത് മറ്റന്നാൾ ഒരു എക്സാം ഉണ്ട് മറ്റന്നാൾ ഒരു പരീക്ഷയുണ്ട് അല്ലേ മറ്റന്നാൾ ഒരു പരീക്ഷ ഉണ്ട് അല്ലേ പറയാ ദർ ഈസ് ആൻ എക്സാം എന്താ പറഞ്ഞാൽ ദർ ഈസ് ആൻ എക്സാം എപ്പോ ദർ ഈസ് ആൻ എക്സാം മറ്റന്നാൾ ദ ഡേ ആഫ്റ്റർ ടുമോറോ അതോ നാളെ ഒരു എക്സാം ഉണ്ട് നാളെ ഒരു എക്സാം ഉണ്ട് പറയാം ദർ ഈസ് ആൻ എക്സാം ടുമോറോ നാളെ ഒരു എക്സാം ഉണ്ട് ഒരു പരീക്ഷ ഉണ്ട് ഇന്ന് രാത്രി ഒരു മീറ്റിംഗ് ഉണ്ട് ഇന്ന് രാത്രി ഒരു മീറ്റിംഗ് ഉണ്ട് ദർ ഈസ് എ മീറ്റിംഗ് ടുനൈറ്റ് അല്ലേ എന്താ പറയാ ദർ ഈസ് എ മീറ്റിംഗ് ടുനൈറ്റ് ഇതാണ് നമ്മളെന്ത് പ്രസന്റ് ദർ ഈസ് അല്ലെങ്കിൽ ദർ ഈസ് നോ ഇനി നമ്മൾ പാസ്റ്റ് ഉപയോഗിക്കുകയാണെങ്കിലോ ഇത് ഉപയോഗിക്കണം ദർ വാസ് ഉണ്ടായിരുന്നല്ലോ എന്ന് പറയും ഉണ്ടായിരുന്നല്ലോ അല്ലേ ഞാൻ പറയാണ് ഒരു ഉദാഹരണം പറയാണ് എന്ത് അതെ എൻ്റെ പേഴ്സിൽ ഒരു 100 ഉണ്ടായിരുന്നല്ലോ എൻ്റെ പേഴ്സിൽ ഒരു 100 ഉണ്ടായിരുന്നല്ലോ സമയം വേണമെങ്കിൽ ഉപയോഗിക്കട്ടോ പാസ്റ്റ് ഇവിടെ എങ്ങനെ പറയാണ് ഇന്ന് രാവിലെ എൻ്റെ പേഴ്സിൽ 100 ഉണ്ടായിരുന്നല്ലോ എന്ന് പറയാം അപ്പം എന്താ പറയാ അപ്പൊ ദയർ ഈസ് അല്ല ഉപയോഗിക്കുക എന്താ ഉപയോഗിക്കുക ദയർ വാസ് അല്ലേ ദയർ വാസ് എന്താണ് ദയർ വാസ് 100 rupees അല്ലെ 100 ആണെങ്കിൽ 100 rupees ദയർ വാസ് 100 rupees ദയർ വാസ് 100 rupees എവിടെ ഇൻ മൈ വാളറ്റ് ഇൻ മൈ പേഴ്സോ അല്ലെങ്കിൽ ഇൻ മൈ വാളറ്റ് എപ്പോഴാണ് ദിസ് മോർണിംഗ് കേട്ടോ ഇന്ന് രാവിലെ എൻ്റെ പേഴ്സ് 100 രൂപ ഉണ്ടായിരുന്നു അപ്പോൾ കാണാനില്ല ഇനി ഞാൻ പറയുന്നത് അതെ ഫ്രിഡ്ജിൽ കുറച്ച് പാലുണ്ടായിരുന്നല്ലോ എന്ന് പറയാം ദെയർ ഈസ് ആണോ അല്ല ദെയർ വാസ് സം മിൽക്ക് ഇൻ ദ ഫ്രിഡ്ജ് ക്ലിയർ ഇതുപോലെ എത്രയും സെന്റൻസുകൾ നമുക്ക് വളരെ ഈസി ആയിട്ട് നിയമം ഉണ്ടാക്കാൻ കഴിയും ഓക്കെ നിങ്ങൾ പാസ്റ്റ് ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എന്ത് ഉപയോഗിക്കാം നമ്മുടെ പാസ്റ്റിലെ ടൈം ഉപയോഗിക്കാവുന്നതാണ് ഓക്കെ അല്ലേ അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം ഇങ്ങനെ അൽമാരയുടെ മുകളിൽ എൻ്റെ ചാവി ഉണ്ടായിരുന്നല്ലോ എന്ന് പറയാം എന്താണ് അൽമാരയുടെ മുകളിൽ എൻ്റെ ചാവി ഉണ്ടായിരുന്നല്ലോ ആ പാസ്റ്റ് അല്ലേ ദെയർ വാസ് മൈ കീ ഓൺ ദ അൽമിറ അല്ലേ അല്ലേ പറയാണ് അൽമാറയിൽ എന്ന് പറയണം അപ്പൊ ഉള്ളിലാണെങ്കിലോ ഇൻ ദ അൽമറ അല്ലേ ഇൻ ദ അൽമിറ എന്ന് പറയാ ഇംഗ്ലീഷിൽ മലയാളത്തിൽ അൽമാറ എന്ന് പറയും ഓക്കെ അപ്പൊ ഞാൻ പറയണേ അൽമാറയിൽ എൻ്റെ ബ്ലാക്ക് ഷർട്ട് ഉണ്ടായിരുന്നല്ലോ എന്താ പറഞ്ഞേ അൽമാറയിൽ എൻ്റെ ബ്ലാക്ക് ഷർട്ട് ഉണ്ടായിരുന്നല്ലോ അതെവിടെ ഇപ്പൊ പറയാ അപ്പൊ ദയർ വാസ് പറയേണ്ടി വരും അല്ലേ ദയർ വാസ് മൈ ബ്ലാക്ക് ഷർട്ട് ഇൻ ദ അൽമിറ വെർ ഈസ് ദാറ്റ് അതെവിടെ ഓക്കെ വളരെ സിമ്പിളാണ് ഇനി നമുക്ക് നെഗറ്റീവ് ആണെങ്കിൽ പറയാം ദെയർ വാസ് നോ ഉണ്ടായിരുന്നില്ല എന്നായി ഉണ്ടായിരുന്നില്ല ഇനി അടുത്താണ് ദെയർ വിൽ ബി എന്താണ് ദെയർ വിൽ ബി ഇതെന്താണ് ഫ്യൂച്ചർ ആണ്
ഓക്കെ. നമ്മൾ ദർ വിൽ ബി ഉപയോഗിക്കാതെ നമുക്ക് ഫ്യൂച്ചറിൽ പറയാം. എങ്ങനെ പറഞ്ഞൂടെ? ദർ ഈസ് പറഞ്ഞൂടെ? അപ്പോൾ ഞാൻ പറയാണ് മറ്റന്നാൾ. മറ്റന്നാൾ എന്ന് പറയുന്നത് എന്താണ്? ഫ്യൂച്ചറിനെ കാണിക്കുന്ന ഒരു ഇതല്ലേ. അപ്പോൾ ഞാൻ പറയാണ് മറ്റന്നാൾ എനിക്കൊരു എക്സാം ഉണ്ട് എന്ന് പറയുമ്പോൾ എങ്ങനെ പറയാം? മറ്റന്നാൾ എനിക്കൊരു പരീക്ഷ ഉണ്ട് എന്ന് പറയുമ്പോൾ ദയർ ഈസ് എന്താണ്? ദയർ ഈസ് an exam the day after tomorrow. നമുക്ക് ഇങ്ങനെയും പറയാം there will be, അങ്ങനെയും പറയാം there will be an exam the day after tomorrow. തീർച്ചയായിട്ടും അങ്ങനെയും പറയുന്നതാണ്. ഇവിടെ there will be എന്ന് പറയുമ്പോൾ ഉണ്ടാകും എന്നുള്ള അർത്ഥമാണ്. ഉണ്ടാകും. അപ്പോൾ ഉണ്ട് എന്നാണെങ്കിലോ കൺഫേം ആണ്, ഉണ്ട് കൺഫേം ആണ്. അപ്പോൾ നമ്മൾ പറയാം there is പറഞ്ഞാൽ മതി. ഇതാണ് there is എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ.